അങ്ങനെ ഈ പ്രാവശ്യത്തെ ഓണം തട്ടമിട്ട പിള്ളേര് തൂക്കി. എങ്ങനെ സ്ക്രോൾ ചെയ്തു പോയാലും ഓണാഘോഷ പരിപാടിയിൽ തട്ടമിട്ട പിള്ളേരുടെ ഡാൻസും പാട്ടും മറ്റുള്ള ആഘോഷ പരിപാടികളും മാത്രമേ കാണുന്നുള്ളൂ. എന്ന് വെച്ച് ബാക്കിയുള്ളവർ ആഘോഷിക്കുന്നില്ല എന്നല്ല കേട്ടോ. ഞാൻ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അധികം കാണുന്നു തട്ടമിട്ട പെൺപിള്ളേർ നല്ല അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കുന്നതാണ്. ഞാൻ ഒരിക്കലും അവർക്കെതിരല്ല, ആഘോഷിക്കാൻ തന്നെ ഞാൻ പറയുള്ളൂ. ഞാനും അതിന് ഫുൾ സപ്പോർട്ടാണ്. ആഘോഷിക്കാൻ തന്നെ വേണം. ആഘോഷങ്ങൾ ആഘോഷിക്കാനുള്ളതാണ്. ഇത് ഈ തട്ടമിട്ട പെൺപിള്ളേരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വീഡിയോകൾ വരാനുള്ള ഒരേ ഒരു കാരണം, ഇസ്ലാം പഠിപ്പിക്കാമെന്ന പേരില് ചില ഉസ്താദുമാരും ചില താത്തമാരൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പെൺപിള്ളേരെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇസ്ലാമിക നിയമങ്ങൾ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിലൊക്കെ പോവുള്ളൂ. ഇത് കേരളമാണ്. ഓണാഘോഷം കേരളത്തിന്റെ സാംസ്കാരികോത്സവമാണ്. അവിടെ ഹിന്ദുമതത്തിന്റെ പല ആചാരങ്ങളിലൂടെ കടന്നു വരുന്നുണ്ടെങ്കിൽ കൂടി കേരളത്തിന്റെ ഒരു സാംസ്കാരികോത്സവമാണ് ഓണം. കാര്യങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് ആഘോഷിച്ചു വരുന്നത്. ഞാനൊക്കെ എന്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ ആഘോഷിച്ചിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾ ആഘോഷം കാണുമ്പോൾ എനിക്ക് അവരോട് നല്ല പോലെ കുശുമ്പുണ്ട്. ആഘോഷിക്കാൻ പറ്റണില്ലല്ലോ എന്ന് കരുതി. അപ്പൊ ഇന്നത്തെ തലമുറ ഈ വിവേകമില്ലാതെ മതം പഠിപ്പിക്കാൻ വരുന്ന ജന്തുക്കളോട് പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഓണാഘോഷം എന്താഘോഷമാവട്ടെ, പരസ്പരം സ്നേഹത്തോടെ മനുഷ്യന്മാർ തമ്മിൽ സന്തോഷിച്ച് സമാധാനത്തോടു കൂടി ആഘോഷങ്ങൾ കൊണ്ടുവന്ന് ഈ ഓണാഘോഷത്തിന്റെ പ്രത്യേക എടുത്ത് പറയുമ്പോൾ പല കലാകായിക മത്സരങ്ങൾ ഒന്നിച്ചു വരുന്നുണ്ട്, പൂക്കള മത്സരങ്ങൾ ഒന്നിച്ചു വരുന്നുണ്ട്. ഇതൊക്കെ ഒരുമിച്ച് ആഘോഷിച്ചിട്ട് ഒരുമിച്ചിരുന്ന ഓണസദ്യയും കൂടി അങ്ങോട്ട് ആഘോഷിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അങ്ങനെ കിട്ടുന്ന ഫീലിന് വേണ്ടിയിട്ട് സ്വർഗം നഷ്ടപ്പെടുത്താനേ അങ്ങ് നഷ്ടപ്പെടട്ടെ, അങ്ങനെ പോകുന്ന സ്വർഗാണ് അങ്ങ് പോട്ടെ എന്നാണ് പിള്ളേർ പറയുന്നത്.